ഇപ്പോൾ ഫേസ്ബുക്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്യുമ്പം ഗാലറിയുള്ള ഒരു ഫോട്ടോ പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് സെറ്റ് ചെയ്യണം എന്നുണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ്ബുക്കിൽ ഗാലറിയുള്ള ഒരു ഫോട്ടോ പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നിങ്ങൾക്ക് 3 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ പേര് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും. അല്ലെങ്കിൽ പ്രൊഫൈൽ ഫോട്ടോ ഇല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചൂസ് പ്രൊഫൈൽ പിക്ചർ എന്നുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗാലറിയിലുള്ള ഫോട്ടോസ് കാണാൻ പറ്റും. ഇപ്പം ഫോൾഡർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗാലറി എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡർ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഒരു എക്സാമ്പിളിൽ ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. അപ്പം അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ക്രോപ്പ് ചെയ്ത് ഇത് വെക്കാവുന്നതാണ്. സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ കൂടുതൽ സ്റ്റിക്കേഴ്സ് കാണാൻ പറ്റും. ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഡൂഡിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവിടെ വരച്ചു കൊടുക്കാവുന്നതാണ്. എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇപ്പം ഇത് ടെമ്പററി പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേക്ക് ടെമ്പററി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് 1 അവർ അല്ലെങ്കിൽ 1 ഡേ സെലക്ട് ചെയ്യുക. അപ്പം സംഭവം എന്താ വെച്ചാൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ ചേഞ്ച് ആയിട്ട് പഴയ പ്രൊഫൈൽ ഫോട്ടോയിലോട്ട് തന്നെ മാറുന്നതായിരിക്കും. അപ്പം ഇത് ടെമ്പററി ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ ഫോട്ടോ ആയിരിക്കും. ഇനി ഇതിലോട്ട് ഫ്രെയിം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രെയിം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു ഫ്രെയിം സെലക്ട് ചെയ്തു. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ന്യൂസ് ഫീഡിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ബാക്കിയുള്ളവർക്ക് പ്രൊഫൈൽ ഫോട്ടോ ചേഞ്ച് ആയത് ഒരു നോട്ടിഫിക്കേഷൻ പോലൊക്കെ തന്നെ പോകുന്നതായിരിക്കും. ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് അൺടിക്ക് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ഫീഡായിട്ട് അവർക്ക് കാണാൻ പറ്റില്ല ബാക്കിയുള്ളവർക്ക്. എന്തായാലും ഞാനിത് ടിക്ക് ചെയ്യാണ്. എന്നിട്ട് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ ചേഞ്ച് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഗാലറിയുള്ള ഒരു ഫോട്ടോ പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് ഫേസ്ബുക്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.